മകനാണ്. ശരി. നിങ്ങളെ ഉമ്മയാണല്ലേ? മിഞ്ഞാന്നാണ് പോയതല്ലേ? ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഏത് സമയത്ത് കാണാതായത്? ഉച്ചക്ക് ശേഷമാണ്. ഉച്ചക്ക് ശേഷമായിരുന്നു. ജുമാന്റെ ശേഷം ഭക്ഷണം. അതെ. ഇങ്ങോട്ടിപ്പോ ഊർജിതമായ തെരച്ചിലാണ്. CCTV ഒക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നും ഒരു വിവരം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ എന്താ പറയുക, ട്രോമാ കെയറിൻ്റെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ സജീവമായിട്ട് തെരച്ചിലാണ് അല്ലേ? ഓക്കെ. തെരയുന്നുണ്ട്. ചെക്ക് ചെയ്തു. ഇപ്പൊ പോലീസുകാരൊക്കെ പോയിട്ടുള്ളത്, താഴത്തേക്ക് പോയിട്ടുള്ളത്. അത് ശരി. അപ്പോൾ ഇതാണ് മൂപ്പര് ഉമ്മയാണ് കേട്ടോ. മൂപ്പര് ഉമ്മേനാണ് കാണാനില്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാര്യം പറയാനുള്ളത്, ഇതേപോലുള്ള ഈ ഫോട്ടോ ഇവരിപ്പോൾ ഈ ചാനലിലിടും. അപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ തിരുവങ്ങാടി പോലീസിലോ ഈ ചാനലിന്റെ മുഖാന്തരം അറിയിച്ചാലും മതി. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് മുന്നിട്ട് ഇറങ്ങുക. അന്വേഷണം വളരെയധികം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ കടവിലേക്കാണ് പോകുന്നത്. അവിടെ പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കാനോ വല്ലതും ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഒരു നാടും ഇപ്പുറം ജില്ലാ ട്രോമാ കെയറും എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സങ്കടകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ ഉമ്മയെ കാണാതായിട്ട് ഇന്നേക്ക് 4ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീട്ടിൽ നിന്ന് ഉച്ച സമയത്ത് പുറത്തേക്ക് പോയത്. ആ പോക്ക് എങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ നാട്ടിലിനി അന്വേഷിക്കാൻ ഒരു ഭാഗവുമില്ല. കേരള പോലീസും അതോടൊപ്പം തന്നെ ട്രോമാ കെയറും ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് പല ഭാഗങ്ങളിൽ പല രീതിയിൽ അന്വേഷണം നടത്തി. CCTV കേന്ദ്രീകരിച്ചാണെങ്കിലും നാടിൻ്റെ പല കോണുകളിലൂടെ, പുഴവക്കാണെങ്കിലും പാടവക്കാണെങ്കിലും തോടുവക്കാണെങ്കിലും അങ്ങനെ റോഡ് വക്കാണെങ്കിലും എല്ലായിടത്തും. ഇപ്പോൾ ഇന്നലെ പുഴയിൽ പ്രത്യേക മുങ്ങൽ വിദഗ്ധ സംഘമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 കരയിലേക്ക് ഒക്കെ നോക്കിയിട്ട് പുഴേൻ്റെ കര നോക്കി, ഇനി അതല്ല വെള്ളത്തിലുണ്ടോ എന്നുള്ളത് നോക്കി, അങ്ങനെ കുറേ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇന്നലെയൊക്കെ അവർ വലിയ രീതിയിൽ നോക്കിയത്. പക്ഷേ രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ട് കേട്ടോ. ഇത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. ഇനി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കണ്ടെത്തൽ ആണല്ലോ ഏറ്റവും പ്രധാനം. കാരണം എല്ലാവരും ആശങ്കയിലാണ്, ഇതെന്താണെന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ പലരും പറയുന്നുണ്ട് ഇനി ആരെങ്കിലും റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് അങ്ങനെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടണ്ടേ? ആളുകൾ എന്തായാലും കാണുമല്ലോ. ഇനിയിപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് അവരെ കഴുത്തിലൊന്നും ആഭരണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടിസ്ഥാനത്തിൽ പിന്നെ പാവമാണ്, പ്രായമായ ഒരു ഉമ്മയാണ്. ഇതെന്താണ് സംഭവിച്ചത് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് കേൾക്കുന്നവർക്കൊക്കെ വല്ലാത്തൊരു വേദനയാണ്. ആ കുടുംബത്തിൻ്റെ ഒക്കെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഉമ്മ എവിടെ പോയി എന്നുള്ളത്. എല്ലാവർക്കും അമ്മ എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത് ഇങ്ങനെ ഒരു കാണാതായി നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ്. ഞാൻ ഇന്നലെ അവിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ആ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ നാടിനോട് കുറച്ച് അപ്പുറത്താണ്. ഇത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് കേട്ടോ. തിരൂരങ്ങാടിയിലുള്ള റുക്കിയ എന്ന് പറയുന്ന ഉമ്മയാണ്. ഒരു 10-70 വയസ്സിന് പുറത്തായിട്ടുണ്ട്. എന്താ പറയുക, ട്രോമാ കെയറിൻ്റെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ സജീവമായിട്ട് തെരച്ചിലാണ് അല്ലേ? വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? വിവരം കിട്ടിയിട്ടില്ല. CC ക്യാമറ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞതാണ്, വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്ങോട്ട് പോയി എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പക്ഷേ നമ്മളിതാ ഒരുപാട് ഇങ്ങനെ ഗവൺമെന്റ് ഒരുപാട് വളണ്ടിയേഴ്സും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും ചേർന്നിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താഴത്തേക്ക് പോയിട്ടുള്ളത്. അത് ശരി. അപ്പോൾ ഇതാണ് മൂപ്പര് ഉമ്മയാണ് കേട്ടോ. മൂപ്പര് ഉമ്മേനാണ് കാണാനില്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാര്യം പറയാനുള്ളത്, ഇതേപോലുള്ള ഈ ഫോട്ടോ ഇവരിപ്പോൾ ഈ ചാനലിലിടും. അപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ തിരുവങ്ങാടി പോലീസിലോ ഈ ചാനലിന്റെ മുഖാന്തരം അറിയിച്ചാലും മതി. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് മുന്നിട്ട് ഇറങ്ങുക. അതെ.